കിട്ടുകയും അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണ വേറൊന്നല്ല, നമ്മളിന്ന് ഇന്ത്യൻ ട്രെയിൻ 3D വന്ന അപ്ഡേറ്റിൽ കുറച്ച് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പുതിയ വണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നപ്പോൾ അടുത്തൊരു വണ്ടിയും കൂടി വന്നിട്ടുണ്ട്. അത് അപ്ഡേറ്റ് വീഡിയോ ഇട്ടിരുന്നു. അപ്പം നമുക്ക് ഇന്ന് ആ വണ്ടിയായിട്ട് കളിക്കാന്ന് വെച്ചു. എങ്ങനെ ചെയ്യുന്നത്? ആ വണ്ടിയായിട്ട് കളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളിന്ന് 900 അടിച്ചിട്ടുണ്ട്. 991 999 അടിച്ചിട്ടുണ്ട്. ഭയങ്കര റോക്സ്റ്റർ ആണോ അതൊക്കെ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയാണ് വാങ്ങുന്നത്. ഇത് നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ വേറെ എല്ലാ സ്ഥലത്തും പോയിട്ട് സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് നമുക്കിപ്പോൾ അവിടെ പോകാൻ സമയം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. താനായിട്ടില്ല അടുത്തത്. നിങ്ങളത് നേരത്തെ ഉണ്ട്. വീഡിയോ ഇപ്പോൾ തന്നെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മളൊരു മൂവി ഷോർട്സൊക്കെ ഇട്ടുണ്ടായിരുന്നു. മൂവിയായിട്ട് വീഡിയോസൊക്കെ ഇട്ടുണ്ടായിരുന്നു. 2 വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതും കൂടി കാണാം. ചെറിയ വീഡിയോസ് ആയിട്ടായി നമ്മൾ ഷോർട്സ് ഇട്ടുണ്ടായി. ഷോർട്സ് കാണാം. മൂവിയായിട്ട് സൗണ്ട് ഇല്ല കേട്ടോ. മൂവി അതിന് സൗണ്ട് ഇല്ല. ഇവിടെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ ഭാഗത്തോട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബിൽഡിംഗ് ഒക്കെ ഒന്ന് വലുതായിട്ട് ബിൽഡിംഗ് അടയ്ക്കാൻ തുറക്കാൻ വാതിലുണ്ടാകുന്നത് പൊളിക്കോണ്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ടയറിൽ നിന്ന് തുടങ്ങാം. ടയർ എന്ന് പറയുമ്പോൾ നല്ലൊരു ടയറായിട്ടാകുന്നത് നിങ്ങൾക്ക് കണ്ടാറ് പച്ച കളർ ഫിനിഷ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വെള്ള പച്ച ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അതിൻ്റെ മുകളിലൊരു ഗാർഡ് മറ്റൊരു ജീപ്പിലൊക്കെ ഉള്ള പോലെ സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഒരു മുൻകാട് മാറ്റ സെറ്റപ്പ്. പിന്നെ ബാക്കിൽ ടയർ വന്നിരിക്കുന്നത് ഇതും മറ്റേ താറ് പഴയ താറിലൊക്കെ തുറക്കാൻ പോലത്തെ ഡോറാണിത്. ഇത് തുറക്കാനുള്ള സെറ്റപ്പ് ഇല്ല. പിന്നെ വന്നേക്കണത് ഗ്ലാസ് വന്നിട്ടുണ്ട്. ഗ്ലാസ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങുള്ള ഗ്ലാസ്സൊക്കെ വന്നേക്കണത്. പിന്നെ പഴയ കാറിലെ പോലെ ഡോറ് ആകെ ഒരു നല്ല ഡോറ് വന്നേക്കണം. എന്ന് വെച്ചാൽ കഴിഞ്ഞ കാറിൽ ഒരു 3 ഡോറല്ലേ ഉണ്ടായിരുന്നത്. ഇതിൽ 4 ഡോറുണ്ട്. 5 ഡോറാണ്. 5 ഡോർ കാറാണ്. 5 ഡോറൊക്കെ ഉണ്ട്. പിന്നെ ബോണറ്റും കൂടി ചേർത്ത 6. പിന്നെ 6 ഡോറുണ്ടെന്ന്. പിന്നെ പെട്രോളിൻ്റെ കൂടി 5 അല്ല 7 6 അങ്ങനെയുണ്ട്. 7ആണ്. പിന്നെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ടാബ് പോലത്തെ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. അതെന്തിനാണ് കൊടുത്തത്. പിന്നെ മുന്നിലോട്ട് വരുമ്പോൾ ഈ ജീപ്പിൻ്റെ പഴയ ഇതാണ് വന്നേക്കണത്. പഴയ സെറ്റപ്പാണ് വന്നേക്കുന്നത്. ജീപ്പിൻ്റെ പഴയതാണ്. ജീപ്പിൻ്റെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ജീപ്പായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ സൈഡിൽ വരുമ്പോൾ താറായിട്ട് തോന്നും. ഓൾറെഡി പറയുകയാണെങ്കിൽ ബാക്കിൽ നോക്കുകയാണെങ്കിൽ താറായിട്ടാണ് തോന്നുമ്പോൾ കണ്ടോ, താറായിട്ട് തോന്നും. മുന്നിലോട്ട് വരുമ്പോൾ ജീപ്പ്. അറിയാത്ത ആൾക്കാരെടുത്ത് പറയാം ഒരു താറിന് പുതിയ മോഡലാണ്. മയ്യത്ര താർ റോസ്റ്ററാണ്. അതുകൊണ്ട് ഇത് താറായിട്ട് ഇതാവേണ്ടത്. താറിൻ്റെ തന്നെ കിട്ടിയ മോഡലാണ്. താറിന് ഇതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എത്ര രൂപയായിരിക്കും കമൻറ്റ് ചെയ്തിട്ടാണ്. എത്ര രൂപ ആയിരുന്നു കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ കൊണ്ട് താമായിരിക്കണത്. ഇതിൽ ഡിസൈൻ എങ്ങനെയാണ് വർത്തിക്കുന്നത്. ഈ ട്രെയിൻ ഡിസൈനൊക്കെ അങ്ങനെയാണ്. പക്ഷേ ശരിക്കും ടയറൊന്നും ഇങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഡിസൈൻ ആക്കിയൊക്കെയാണ് ട്രെയിൻ സ്പീഡിൽ കുറച്ചും കൂടി. അവിടെ ഇവിടെ ഡിസൈൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോയി കണക്കുണ്ട് താന്നേക്കണത്. അതങ്ങനെയാണ്. അത് നമ്മളുടെ ഇതിനകത്ത് കുറേ മോഡൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ എവിടെയാണ് മോഡെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് നൈസായിട്ട് കയറിയിട്ട് സെറ്റാക്കാം.
ഓ മുകളിൽ സൺ റൂഫ് ഉണ്ട്. പഴയതാറിന് സൺ റൂഫ് ഇല്ല കേട്ടോ. പക്ഷേ നമുക്ക് ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഇത് കഴിച്ചു മാറ്റാന്ന് പറയുന്നില്ലേ, ഡോറൊക്കെ അയച്ചു മാറ്റാം. അത് ഈ മുകളിൽ സാധനം അടിച്ചു മാറ്റാൻ പറ്റുന്നത് മുകളിൽ ഗ്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചെറിയ ഓഫ് റോഡ് ചെയ്യാൻ പൊളി എന്നാൽ ഇതൊക്കെ എപ്പോഴാണ് ഇടിഞ്ഞു പോയി പോകാനറിയില്ല. ഇതിൻ്റെ ചില കാരണമൊക്കെയുണ്ടല്ലോ ഒക്കെ അതുകൊണ്ട് നശിച്ചു. നല്ല ഓഫ് റോഡ് ചെയ്യുമ്പോൾ അടിച്ചു പോകും. താഴെ ഒന്നും അല്ല, ഡോറൊക്കെ തിരിച്ച് അടിച്ചിട്ട് ഓഫ് റോഡാണ് ചെയ്യാൻ. അത് കണ്ടോ സ്ഥലത്ത് തുടങ്ങിയിട്ട് അപ്പുറം റോഡിൻ്റെ അപ്പുറത്തൊന്നും. പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് സീൻ. ലോങ് ആയിട്ടാണ് കെട്ടിക്കുന്നത്. ആ ചേച്ചി എടുത്ത് ചോദിച്ചായിരുന്നു ചേച്ചി നമുക്ക് പ്ലീസ് ചേച്ചി എടുക്കില്ല. ചേച്ചി 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 നമ്മുടെ കൂടെ പോരുന്നു. വേണ്ട പുറലോട്ടായി കയറി. താറ് റോക്സ്റ്റാറാണ് ചേച്ചി. ചേച്ചി ചേച്ചി ഈ നായിൻ്റെ മോളൊന്നും മിണ്ടാത്തത് എടി കുരിപ്പ ഇതൊന്നും പുറകിലോട്ട് നോക്കുന്നത്. ആ പുറകിലോട്ട് ബെസ്റ്റ് ആളാണ്. കഞ്ചാവ് അടിച്ച് കിറിഞ്ഞിരിക്കുന്നൊന്നുണ്ട്, വെറുതല്ല. നമ്മളുടെ നിങ്ങൾ ആദ്യം ഇതിട്ട് ചെയ്യാം. ചേച്ചി ഇങ്ങോട്ട് ഭാഗത്തേക്ക് വരട്ടെ. ഈ ഭാഗത്തേക്ക് വരുമോ അറിയില്ല. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് കൊടുത്ത് ചേച്ചി ആ പുറകോട്ടേക്ക് പുതിയതാറങ്ങ്. അല്ല മോനെ, നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്ട്ടെ. മോൻ കൊടുന്ന് കുറേ മൊടാരൊക്കെ ഉണ്ടാ. മോൻ വിട്ടോ ഓടാ. ഇത് നല്ല സ്ഥലമല്ല ചേച്ചി. അതല്ല ഞാനൊരു കാര്യം പറയാവുന്നതാ. അത് ഞാൻ പറയുന്ന മോനെ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. ഇതൊക്കെ ഷോറൂമിൽ കിടപ്പുണ്ട്, പോടായിരുന്നു. ചേച്ചി ഞാൻ ചേച്ചി എടുത്തൊരു കാര്യം പറയാൻ വന്നതാ. ചേച്ചി ഇത് നമ്മൾ പോകുമ്പോഴേക്കൂടെ ചേച്ചി ചേച്ചി മര്യാദയ്ക്കല്ലോ പാടാ വേനാടുന്ന് പേടാ അത്രയ്ക്കായ എന്നാ. അയ്യോ ആൾ ഭൂമി മാറിപ്പോയി ചേച്ചി. പോടാ എന്നാ. അല്ല പിന്നെ ചാവ്, എല്ലാം ചാവ്. നമുക്ക് ബോംബ് പൊട്ടിക്കാം. ആ ചേച്ചി ചേച്ചി മോനെ നീ എന്താ ഇപ്പറ്റി കൊണ്ടുപോ. ചേച്ചി ചത്ത് ശവാകുമ്പോണ്ടല്ലോ ചേച്ചി തനിയെ ഹോസ്പിറ്റലോട്ട് പൊക്കോളൂ. ഞാൻ പോയില്ല, ഞാൻ കൊണ്ടുപോകില്ല. എൻ്റെ താറിൻ്റെ സീറ്റ് ശരിയാവുക ഞാൻ സമ്മതിക്കില്ല. ബിക്കോസ് അവർ പറയണ വേണ്ടെന്ന് പറയണ. നല്ല ചേച്ചി എന്തൊക്കെയാ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. നമുക്കൊന്ന് മുട്ടിയെന്ന് വളർത്തേക്കാം. അല്ലേ സീനല്ലേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വീട്ടിലെത്തി. നിങ്ങൾ കണ്ടിട്ട് ഫോർച്യൂണറാണ്. ഇത് മഹിയൻ ഇതിൻ്റെ പേരാണ് ഡിഫൻഡർ. ലാൻഡ് റോവർ റേഞ്ച് റോവർ കമ്പനി, ലാൻഡ് റോവർ റേഞ്ച് റോവർ ഒന്നിച്ചുള്ള കമ്പനിയാണ്. അവിടെയാണ് ഈ സാധനം ഡിഫൻഡർ. കിഡിലം. ഇതാണ് സീനാണ്. പിന്നെ വേറൊരു പ്രത്യേകത ഇത് കളർ ചെയ്യാൻ പറ്റൂടാ. വൈറ്റ്, ബ്ലാക്ക്, മഞ്ഞ, ചുമപ്പ,
ഓറഞ്ച്, കറുപ്പ്. ഈ ഇഷ്ടം കറുപ്പാണ്, അതിനോട് കറുപ്പിട്ടു. പിന്നെ താറിൽ ചെയ്യേണ്ട കളർ എന്ന് പറയുമ്പോൾ താറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ വൈറ്റ് ആണ്. അപ്പോൾ താറിന് വൈറ്റ്. ഇപ്പോഴാണ് താറായത്. നമുക്ക് ഇവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ഇടാം. താറും ഏതാ സ്റ്റാറിൻ്റെ ഇത് ചെറുതാകുന്നു കേട്ടോ, ഉയരം ചെറുതാകുന്നുണ്ട് കേട്ടോ. എന്നറിയോ നോക്കി ഇങ്ങനെ നോക്കി അല്ലേ, ഇതാ നമ്മൾ മുട്ടയാണ്ട് ഇങ്ങനെ നോക്കി കേട്ടോ. താറിൻ്റെ ചെറുതാണ്, ചെറുതാണ്. പക്ഷെ ഡിഫൻഡർ കുറച്ച് വലുതാണ്. ഫാമിലി കാർ ആയതുകൊണ്ടായിരിക്കും. ഇത് 4x4, അത് 4x4 അല്ല, അത് 3x4 ആണ്. 4x4 ആയിട്ട് ഒരു ബന്ധമില്ലേ. ഇതിന് വില ഒരു 8 കോടിയാ 18 കോടി എന്തോ ആണ്. പക്ഷെ താറ് ആ പൈസയ്ക്ക് നിങ്ങളുണ്ടല്ലോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് താറ മേടിച്ച് വീടിൻ്റെ സൈഡിലാക്കി ഇടാം. വീടിൻ്റെ സൈഡിൽ നിന്നൊക്കെ പറഞ്ഞാൽ പറയാം, ആ മതിലിൻ്റെ സൈഡിലാക്കി ഇടാം. അപ്പോൾ മനസ്സിലാവും. പിന്നെ അപ്പം നാട്ടുകാർ നോക്കിയിട്ട് പറയും താറിൻ്റെ കമ്പനി തുടങ്ങി അതിനുള്ള സ്പ്രേ ഉണ്ടല്ലോ വിചാരിക്കും. പിന്നെ വേറൊരു കാര്യം നാട്ടുകാർ വിചാരിക്കും, ഇവിടെ ബോഡി ഗാർഡ്സിനെ വെച്ചിട്ടുണ്ട്. അതാണ് ബോഡി ഗാർഡ്സിനെ വെച്ചിട്ടുണ്ട്. നാട്ടുകാർ അവിടെ കള്ളന്മാർ പോലീസ് വീടിൻ്റെ കള്ളന്മാർ വരുന്നില്ല. വീടിന് മുന്നിൽ കിടന്ന വണ്ടികളെ കണ്ടിട്ട് അപ്പോൾ ഇവിടെ ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. കയറി അടിച്ചിട്ടുണ്ടാവും. കയറുന്ന കണ്ട വേറെ വീട്ടിൽ കയറും. ആ വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെയും ബോഡി ഗാർഡ്സ്. അതൊക്കെ ഒരാറ്റൊരാളുടെ വീടായി. ഈ ഗെയിമിൽ പറയാൻ ഒറ്റൊരാളുടെ വീടായിരുന്നു. അതെൻ്റെ വീട്, അതിൻ്റെ പഴയ വീട് ഇപ്പം അങ്ങനത്തെ കിടക്കും. പഴയ വീട്ടിലിപ്പോൾ അങ്ങനെ കിടക്കണം. പക്ഷെ ഇതിൻ്റെ മുന്നിൽ ഇതുണ്ടോ, ഇവിടെ ഈ ഭാഗത്ത് രാജാവിട്ട് രാജാവിട്ടുണ്ടോ പുലി. പിന്നെ ചാടട്ടെ. പിന്നെ മുകളിൽ ജിമ്മ്, വീടിൻ്റെ മുന്നിൽ കാർ പാർക്കിങ്, പിന്നെ കാറിൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ നമ്മുടെ ഇത് സ്വിമ്മിങ് പൂള്, ഷോറൂം, പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചാറില്ല അത് നമ്മുടെ. പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇതിനെ പോകുമ്പോൾ വെച്ചെന്നാൽ നമ്മുടെ. പിന്നെ എയർപോർട്ട് നമ്മുടെ ഈ ജിറാഫിക് വേൾഡും പാർക്കും, പിന്നെ നമ്മുടെ ഇതില്ലേ റെയിൽവേ സ്റ്റേഷൻ അത് നമ്മുടെയാണ്. പിന്നെ നമ്മൾ ഇവിടെ വിചാരിച്ചെങ്കിൽ നടക്കും. ഒരു ദിവസം നാട്ടിലുള്ള എല്ലാവരും സോംബി മാറ്റണോ, അത് നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ മെത്തേഡ്. നമ്മളല്ല, ഈ ഗെയിമിൽ ആര് കയറി ഈ ഗെയിം കളിക്കുന്നു അവർക്കിപ്പോൾ നമുക്കിപ്പോൾ പുറത്തേക്ക് തുടങ്ങിയപ്പോൾ താവും നേരത്തെ താവുകൊണ്ട് മോതിര കിട്ടില്ല. ഇനി ഇതുകൊണ്ട് പോയത് സംഭവിക്കുന്നാവോ. അപ്പോൾ ഡിഫണ്ട് എടുത്തിട്ട് പോകണോ. ഓഫ് റോഡിലേക്ക് താറ് നമ്മൾ നേരെ എടുക്കുന്നുണ്ട്. അതൊരു ദിവസം ഓഫ് റോഡ് വേറെ ഓഫ് റോഡ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. വെള്ളത്തേക്കടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ചീപ്പ് ക്വാളിറ്റിയല്ല. 6 കഴിയുമ്പോൾ ഇതെടുത്തിട്ട് പോകുമ്പോൾ ജീവാഗൻ എടുത്തിട്ട് ഏതാണോ വണ്ടീന്ന് ഇനി ഇത് വെച്ചിട്ട് കിട്ടില്ല. ചേച്ചി
വിജി എൻ്റെ വണ്ടി. ഓ വിജി ജി വാഗൻ. ആ ബെഡ് ഇതാണ് വണ്ടി. കുഴപ്പം ഇവിടെ ആരും വന്നാലും അടിച്ചിടും വണ്ടി. ആ ചേച്ചി ഇതാണ് നമ്മുടെ വണ്ടി. പ്രേമിച്ചില്ലെങ്കിൽ ഇതാ ഇതേപോലെ ചേച്ചിയുടെ അവസ്ഥ. ചേച്ചി ചത്തില്ലേ? ഇനി ഞാൻ കുറച്ചെണ്ണത്തിനങ്ങ് പേടിപ്പിക്കട്ടെ. വഴങ്ങണം. ഒരു കാര്യം ചെയ്യാം, രാത്രി ആക്കാം. വേണം അത് നമുക്ക് 99 അടിക്കും. 99. ഓഫ് ഇതാണ് ബെസ്റ്റ് ടൈമാണ്. ഇതും ബെസ്റ്റ് ടൈം 99 അടിച്ചു. ചേച്ചി ചേച്ചി വരുമ്പോ മഴയാണ്. മഴ പുല്ലാണ് മോനെ, പുല്ല്. ഓ പുല്ല് വല്ലയാണെങ്കിൽ അവിടെ ചേട്ടാ കേടുന്നുണ്ടോ? പോടാ ഉടങ്ങ. ഞാനൊന്ന് മുഴയിട്ട് എനിക്കുണ്ടല്ലോ പോടാ. എല്ലാത്തിനും അതേപോലെ ഞാനാണ് പട്ടിക കുഴപ്പമില്ല. പനി പിടിച്ചേർന്നാൽ ഈ നാട്ടുകാർക്ക് കുഴപ്പമില്ല, ചത്താലും കുഴപ്പമില്ല. നാട്ടുകാർ അറ്റാക്ക് ചെയ്യും. പിന്നെ ആദ്യം നമ്മൾ കൊണ്ടുപോകേണ്ടി പൊട്ടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ബൈക്ക്. പോലീസിലേക്ക് ഒറ്റ പൊട്ടി പൊട്ടിക്കാൻ വണ്ടിയുടെ ഒരു മനസ്സിലാവും. നമ്മുടെ ഈ വണ്ടി എന്നുവെച്ചാൽ ഈ വണ്ടി പൊട്ടിക്കാം. വണ്ടി പൊട്ടാൻ പാടില്ല. നൈസായിട്ട് ഇപ്പോൾ പോകാനായിട്ടൊരു വണ്ടി വേണം. അതിന് നമുക്ക് 11:10 അടിക്കാം. 12:10 ആ ഇതെടുത്തിട്ട് പോകാം. ഒന്ന് മുഖംമൂടിയൊക്കെ വെച്ച് പോവാം. ഇവിടെ ബ്ലാക്ക് അടിക്കാം. നമുക്ക് ബ്ലാക്ക് അടിക്കാം. ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ വണ്ടിയാണ് അവസ്ഥയില്ല. അതുകൊണ്ട് വണ്ടി ബ്ലാക്ക് അടിച്ചിട്ട് തൊപ്പി വയ്ക്കണോ? വേണ്ട. മുടി ഞാൻ ഇങ്ങനെ മതി. അല്ല മുടി ഇങ്ങനെ വേണ്ട. തൊപ്പി വയ്ക്കാം. തൊപ്പി വയ്ക്കാം. ജാക്കറ്റ് പച്ച മതി. പാൻറ്റ് ഇത് മതി. പാൻറ്റ് വേണം. പിന്നെ ഒരു ബാഗ് വേണം. മുഖംമൂടിയില്ല, അത് വേണം. പിന്നെ അത് മാത്രം. ഒരു കണ്ണാടി കൂടെ വേണം. കണ്ട് പിന്നെ ആരാന്ന് മനസ്സിലാവും. നമ്മുടെ ജീവനോട് ഇട്ടുണ്ട്. അങ്ങനെ കാണാൻ പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അതെങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു കാണിച്ചില്ല. നമ്മളിവിടെ ഇങ്ങനെ ഇടാൻ മതി. നമുക്കിരുത്ത് അങ്ങോട്ട് ഒരു ഫയർ ചെയ്യാം. ഓഫ് ഡെഡ്. അക്കൻ ഡെഡായ. നമുക്ക് അക്കതിന് പോകുമ്പോൾ മരുന്ന് കുറിച്ചില്ല. അക്കതിന് തലക്കില്ല. എല്ലാത്തിനും ഓരോന്ന് അങ്ങോട്ട് ഇങ്ങോട്ട്. സാറിനെ ഒരാളെ ചത്തില്ല. ഇവിടെ കുറേ ചാവുമ്പോട്ടല്ല. ഇവിടെ നിന്ന് പോകണം പെട്ടെന്ന്. ഇപ്പൊ തന്നെ നമുക്ക് പോകണ്ട സ്ഥലം തന്നെ. ചാടിച്ചു സാറുമാർക്കൊന്ന് തുടങ്ങിയ സാറുമാരുണ്ട്. സാറേ നമ്മളും ഇപ്പോൾ സാറിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ. നമ്മൾ പിടിയിട്ട പുലിയാണ്. സാറുമാരുടെ പുറകെ രക്ഷപ്പെടാം.
വഴിയുണ്ടോ, വഴിയുണ്ട് ജനലിലേക്ക് വഴിയുണ്ട്, അവരുടെ വഴി പറയുന്നുണ്ട്. ആ സാറുമാരെ കൂടി കുറയാ സാറുമാരെ പുല്ലാണ് സാറുമാരെ. സാറുമാരും ഇത്രയും കണ്ടാറുമാരെ സാറേ ചില്ല് സാറേ. ആ അതല്ലേ, ആ നമുക്ക് പേടിയില്ല. നമ്മളാണോ നേരെ ട്രെയിൻ എടുക്കുന്നു, പോകുന്നു പോകുന്ന സാറേ സാറല്ലേ സാറ് 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 ബോംബിട്ട് 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 പൊട്ടിക്ക് 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 ഞാൻ അത്രയ്ക്കും ചെയ്തിട്ടില്ല സാറേ. ഞാൻ പാവം സാറേ. അടയ്ക്കുന്നു പോകട്ടോ. എന്ത് പറയുന്നു, ടീമ് വീടട്ടോ, ടീമൂടാ ഷർട്ട് ഷർട്ട് വേസ് നമുക്കിപ്പോൾ നമുക്ക് രക്ഷപ്പെട്ടോ. നമ്മളെ സാറന്മാരൊക്കെ കൂടി കൂടെ സാറിന് വിട്ടരാം. സാറന്മാർക്ക് ഈ ഭഗവത്ഗീത ആരെന്നറിയോ? ആ ആരാന്നറിയില്ല. ആർക്കും അറിയില്ലെങ്കിൽ ഞാൻ ഭഗവത്ഗീത ഗെയിമിങ്ങാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരത്തെ ചേച്ചി എൻ്റെ വണ്ടിയുമേ ഇടിച്ച് വിളിച്ചു പോകും. ഓ സാറുമാരെ വണ്ടി പൊളിയാണ് സാറുമാര്. ഇതിനെ തങ്ങി പോലും സാറുമാരെ കൊണ്ട് ഈ വണ്ടിയിൽ വിളിച്ച് തിരിച്ച് കാട്ടി പോകും. കാട്ടോട്ടല്ല, നേരെ പോവും സ്വർഗത്തിലോട്ട്. ഇനി സ്വർഗത്തിൽ പോയിട്ട് വേണം സാറുമാർക്ക് ജീവിക്കാൻ. ഇപ്പൊ നമുക്കൊന്ന് അയ്യോ സാറേ സാറപ്പള സാറൊന്നും പുറകെ ഞാനിനി ജീവിച്ചു നോക്കട്ടെ. അയ്യോ വണ്ടി ഇടിക്കില്ല സാറേ. സാറിന് ഏതെങ്കിലും ഒരു വണ്ടിക്ക് പണി കിട്ടും. സാറ് വരുന്നു കരയിപ്പിക്കും ഞാൻ. ഭഗവത്ഗീത ഗെയിമിങ്ങാണ് പറയുന്നത് സാറേ. സാറിനൊപ്പം ഞാനേ തിരിഞ്ഞൊക്കെ പോകും. സാറുമാര് എത്ര ദൂരം പുറകെ നോക്കട്ടെ, എത്ര ദൂരം പുറകെ വരും. ഓ സാറിന് ഡോറൊക്കെ തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ. സാറ് മരിച്ചു. നമുക്ക് പേടിയൊന്നുമില്ല. സാറുമാര് പത്ത് ചെട്ടടിച്ചു. സാറ് നൽകുന്നുണ്ട്. ഓ വണ്ടി ചതഞ്ഞിറങ്ങി പോയി. ചതഞ്ഞിറങ്ങി പോയി. ചതഞ്ഞിറങ്ങി പോയി. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യട്ടാ. അത് പറ. ആ വണ്ടി ചതഞ്ഞിറങ്ങിയത് കൂടുതലില്ലാതെ വണ്ടി ചതഞ്ഞിറങ്ങി പോയി. ആ വണ്ടി സീറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇതൊക്കെ പാതാളത്തിലോട്ട് ഉണ്ടാവും. പിന്നെ നമുക്കൊരു കാര്യം പറയാനൊക്കെ ഉണ്ട്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ 160 സബ്സ്ക്രൈബേഴ്സായി. ഇനി പെട്ടെന്ന് തന്നെ 170 എത്തിക്കണം. അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോ എല്ലാവരും ചെയ്യുന്നത്. 179 അത്ര സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മളിപ്പോൾ എത്താറായി. നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ കടന്നു പോകണത്. ഇവിടെ ഒറ്റ പോലീസൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ പോകുന്ന സിറ്റിയുടെ ചുറ്റിനുമാണ് പോയിട്ടുണ്ട്. സിറ്റിയുടെ ചുറ്റിനും ചുറ്റും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ട്രെയിനിനകത്ത് ആളില്ലാവുന്നുണ്ട്. പുറകിലൊന്നും ഒരു കോച്ചും തുറന്നിട്ടില്ല. തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി കഴിഞ്ഞാൽ എന്തായാലും നമ്മളെന്തായാലും കൂട്ടുന്നു. അകത്തുള്ളത് അറിയാല TTR ആണ്. ആള് നമ്മളെ പൊക്കിയിട്ട് കഴിക്കരും. നമ്മൾ എവിടെ പോയിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പൊക്ക വരും. അതാണ് അത്. അവിടെ എല്ലാ ബാത്റൂമും ചെക്ക് ചെയ്യും. എന്നു വെച്ചാൽ
വാതിൽ തുറന്ന് എല്ലാ ബാക്കി ആളുണ്ടെങ്കിൽ ആളെ പേര് ചിലപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചിലപ്പോൾ പിന്നെ അത് വരത്ത് വരും കേട്ടോ, അല്ലെങ്കിൽ റിയൽ ലൈഫ് ഇതിലിട്ട് അപ്ഡേറ്റ് ചെയ്യും മേടിക്കില്ല. പിന്നെ നമ്മൾ ഈ ഒരു കോഡ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കോഡാണ്. ഈ കോഡ് കഴിച്ച ഒരു എനിക്ക് വരുന്നുണ്ടോ ഇപ്പം അടുത്ത പ്രാവശ്യം വല്ല ഒന്നും അറിയാം. ഇവിടെ നമ്മൾ ഇവിടെ ലൈറ്റ് കത്തിക്കിടാൻ കാരണം എന്താണെന്നറിയോ? എന്താണ് ആവശ്യം നമുക്ക് ഇവിടെ സ്റ്റാർ കുഴപ്പമില്ല. ഒരു കമൻറ്റ് ഒരു മിസ് കിട്ടിയൊരു കമൻറ്റ് അല്ല ഒരു മെസ്സേജ് ചെയ്താൽ പാടാം ചെയ്യാം. ഇവിടെ നിന്ന് എടുത്താം. വീഡിയോയ്ക്കിടയിലെ കമൻറ്റ് വരുന്നു, ആദ്യമായിട്ട് കേൾക്കാം. എൻ്റെ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, 10 അടിക്കാം. നമ്മളെ KTM-RC ആണ്. ആ വണ്ടി ഇന്നാലും പോലീസുകാർ പിടിച്ചിട്ട് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ആ വണ്ടി നശിപ്പിക്കണം. നമ്മൾ ആ വണ്ടിയുടെ നമ്പർ ഇല്ലെങ്കിൽ ആ വണ്ടിയുടെ സ്റ്റിക്കർ ആ ഒരു പനിയുണ്ട്. ആ പനിയുടെ ഏത് ബൈക്കിന് കാറായാലും ചെയ്യും. ബൈക്ക് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പോയില്ലെങ്കിൽ എന്താ പറയുക ഇതാണെന്നാലും കുറഞ്ഞ ഫ്രീയാണെന്നാണ് പോക്കറ്റില്ല അല്ല പുഴയില കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ആരും വരില്ല. പക്ഷേ പണി കണ്ടു കഴിഞ്ഞാൽ പറയും ആക്സിഡൻ്റ് ആണെന്നൊക്കെ ഇവിടെ കിടപ്പുണ്ട്. RC നശിപ്പിക്കണം, ഉറക്കണം, നശിപ്പിക്കണം. നമുക്ക് ആ വണ്ടി മറ്റേ വണ്ടി തിരിച്ചു വിടുക. അങ്ങനെ നടന്നിടുക, ഫ്രണ്ടിലോട്ട് ഇടുക. ആ വണ്ടി ഇപ്പോൾ ഫ്രണ്ടിലോട്ടാകുമ്പോൾ ആ വണ്ടി ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് വരുന്നത് ഈ വണ്ടി നമുക്ക് ബോബോട്ട് കിട്ടിക്കണം. ഈ വണ്ടിയുടെ സ്റ്റാൻഡൊക്കെ പോയി വണ്ടിക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ഇല്ലാത്ത വണ്ടി. നമ്മൾ ആ വണ്ടി നശിപ്പിച്ചത് KTM-RC നശിച്ചു. ഈ KTM-RCയുടെ കളർ ചേഞ്ച് ചെയ്യാം. വൈറ്റ് KTM ഏതാ ഓറഞ്ച് KTM-RC കയ്യിൽ കിട്ടി. നമുക്ക് ഇനി ബ്ലൂ കളർ ചെയ്ത് കൊടുക്കാം. നല്ലത്. ഡ്രസ്സ് നമ്മൾ കളഞ്ഞിട്ടുണ്ടാവില്ല. ഡ്രസ്സ് കളഞ്ഞിട്ടില്ല. അപ്പം ഡ്രസ്സ് കളഞ്ഞിട്ട് അതിന് നമ്മൾ ഡ്രസ്സ് കളഞ്ഞിട്ടുള്ളതാണ്. ഡ്രസ്സ് പാൻറ്റിടാം, ഇത് മാറ്റാം, തൊപ്പി മാറ്റാം, മുടി മുടി വയ്ക്കാം, ബാഗ് കളയാം. അപ്പോൾ നമ്മൾ ആള് മാറി. KTM-RC ക്യാപ്പിൽ KTM പോലീസുകാർ നമ്പർ പ്ലേറ്റുണ്ട്. പക്ഷേ ഞാൻ നമ്പർ പ്ലേറ്റില്ല. ട്രെയിൻ വരുന്നുണ്ടാവും. ട്രെയിൻ എടുത്തിട്ടുണ്ടാവും നേരം അവിടെ നിന്നാണ് ട്രെയിൻ എടുക്കണം. തിരിച്ചിട്ടുണ്ടാവും. ട്രെയിനുകളവിടെ എടുത്തിട്ടുണ്ടാവണം. ആ ഭാഗത്തേക്ക് പോകുന്നതോ എന്നിട്ട് നേരെ പോകുന്നു. ഈ സൈഡിൽ കൂടെ പോകണം. സൈഡിൽ ട്രെയിൻ എടുത്തിക്കണം. പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല. പറഞ്ഞ ആള് അതാ പറഞ്ഞിട്ട് മക്കള് എന്നെ കാണാനായിട്ട് എടുത്താതെ അവര് ട്രിപ്പുണ്ട്. അയ്യോ ചാടല്ലേ പൊന്നു മോനെ. ഇനി ബാക്ക് ട്രെയിനോടെ നിർത്തിച്ചിട്ട് ബാക്കിൽ നിന്ന് എടുക്കാം. അയ്യോ ട്രെയിനോടെ നിർത്തിക്കാം.
ട്രെയിൻ ഇവിടെ നിർത്തിച്ചിട്ട് ബാക്കിലോട്ട് പോകും. ട്രെയിൻ ബാക്കിലോട്ട് പോകും. ട്രെയിൻ ബാക്കിലോട്ട് ഉണ്ടോ? ട്രെയിൻ ബാക്കിലോട്ട് പോയി അമർത്തി പിടിക്കുക. ട്രെയിൻ ബാക്കിലോട്ട് പോയിട്ട് ട്രെയിൻ ബാക്കിലോട്ട് വാ. അയ്യോ വണ്ടി ട്രെയിൻ ബാക്കിലോട്ട് വന്നില്ല. ഇനി ഇത് പിന്നിലോട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പോഴോ അങ്ങോട്ട് അമാർത്തി ട്രെയിൻ നേരെ കുറേ ട്രെയിൻ ബാക്കിലോട്ടുണ്ടോ? ആള് ബാക്കിലോട്ട് വന്നില്ല. ഇനി അത് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാം. നമുക്ക് ആ സ്പീഡിൽ പോയിട്ട് സ്റ്റേഷനിൽ ഇവിടെ നിൽക്കാം. അമർത്തിക്കുക പറഞ്ഞിട്ട് ഫോറിലോട്ട് ഓടിക്കുന്നുണ്ട്. ഒന്നും വേണ്ട. ഓ ഫോർത്തിലോട്ടും അത്ര പോസ്റ്റ്. ഇനി അതിൽ വന്ന് വീണ്ടും കറങ്ങി ഇതിലോടിക്കില്ല. എന്നാലും നമ്മുടെ ഷർട്ട് നമുക്കിപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യണമെങ്കിൽ ഈ വണ്ടി നമുക്ക് അവിടെ നിന്ന് വയ്ക്കാം. നമ്മൾ ഈ വണ്ടി കൂടെ വീട്ടിലുള്ള നമ്മുടെ ജീവനാടാ കോഴിയുടെ അവിടെ കിടപ്പുണ്ടാവും. ചിലപ്പോൾ അതെടുത്ത് പോയിട്ട് നമുക്ക് സ്റ്റാൻഡൊക്കെ പോട്ടാം. KTMന്റെ ആർസിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാൻഡ് KTM ആർസിസ്റ്റാണ്ട്. ഞാൻ വലുതാകുമ്പോൾ എൻ്റെ ആഗ്രഹമാണ് KTM ആർസിസ്റ്റ്. അതും പറ്റുള്ള സ്റ്റാൻഡ്. അതിൻ്റെ ഒരു ലൈറ്റ് കണ്ടിട്ടുണ്ട്. 2 കണ്ണുപോലത്തെ ലൈറ്റ്. അതൊക്കെ ഇട്ടിട്ട് രാത്രി പോകുന്നുണ്ടല്ലോ. രസമാണല്ലോ. അതേപോലെ ഒരു KTM വറക്കി വാങ്ങിയിട്ട് അത് യൂസില്ല. അത് കഴിഞ്ഞ് എന്തായാലും നിഞ്ച 10 അത് കഴിഞ്ഞിട്ട് എന്തായാലും ലെൻസ് S+ വന്നിട്ട് പിന്നെ അന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന iPhone 16 അറിയില്ല. അന്ന് ചിലപ്പോൾ iPhone 13 20 ഇറങ്ങിയാലോ. 20 അല്ല, iPhone 20 വരും. അതൊക്കെ കണ്ടിട്ട് ഞാൻ സ്കിപ്പിൽ വരും. നമ്മളൊരു iPhone 14 Pro ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അച്ഛൻ ഗൾഫിനായിട്ടാണ്. നിങ്ങൾ ഈ നാട്ടിൽ ഐഫോൺ വാങ്ങാനൊക്കെ നല്ല ഒരു കയ്യിലും ഐഫോണാണ് കിട്ടുക. അവിടുത്തെ റേറ്റ് പറഞ്ഞാൽ ചെറിയൊരു അവിടെ 6000 രൂപയ്ക്കാണ് 15 Proയ്ക്ക്. 16 Pro ചിലപ്പോൾ 8000 9000 ഉണ്ടാവും. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ നമ്മുടെ സ്വന്തമാണ്. അവിടുത്തെ ഒരാളില്ല, ഇങ്ങനെ കിടക്കുക. നമുക്ക് രാത്രിയിലത്തെ മൂഡ് കാണും. രാത്രി 99. വീണ്ടും കാണിച്ച മഴ. അപ്പോൾ വീട്ടിലാണ്. വീടൊക്കെ ഉണ്ട്. നമ്മുടെ വീടല്ലേ നമ്മൾ. അടുത്തൊരു അപ്ഡേറ്റ് ഞാൻ ഏതോ യൂട്യൂബിൻ്റെ അക്കൗണ്ട് കണ്ടതാണ്. നമ്മളിപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ നിന്ന് വരാൻ പോലീസുകാരെ നമ്മൾ തല്ല് പൊടിച്ച് പോലീസുകാരെ കൊന്നങ്ങനെ ചെയ്യുക. പിന്നെ എന്താ നടക്കാൻ പോകണമെന്ന് അറിയാം. അപ്ഡേറ്റ് വരാൻ പോകണമെന്നില്ല, പക്ഷെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ വരുന്ന ഇപ്പോൾ അടുത്ത അപ്ഡേറ്റ് ചിലപ്പോൾ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാവും. ഈ വീട് അവർ പോലീസ് സ്റ്റേഷനായിട്ട് കണ്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനായിട്ട് ചെക്ക് ചെയ്യും. അങ്ങനെ അറിയാം, ചെക്കപ്പ് ചെയ്യും. എന്നാൽ ഈ ഒരു ഭാഗത്ത് ഇനി വരാൻ പോകുന്ന സെറ്റപ്പ് എന്ന് പറയുന്നത് ഇവിടെ ജയിലിൻ്റെ വരുന്നതാണ് പറയണത്. പിന്നെ ഇവിടെ ഇത് വരുന്ന പറയണത്. ഇവിടെ വരാൻ പോകുന്നത് അതേപോലെ ക്യാബിനൊക്കെ ഉണ്ടാകും. ഓരോരുത്തര ക്യാബിൻ മുകളിലേക്ക് ഇതേപോലെ ജയിലുകളായിരുന്നു. അങ്ങനെ വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ജയിലാണ്. മുകളിലേക്ക് ഇങ്ങനെ ജയിലുകൾ ഇങ്ങനെ കയറി വരുന്നത് നമുക്കറിയാം. നമ്മളെ ഈ കാണുന്ന
ഇവിടെ അവിടെ പോലീസും വരുമ്പോൾ ഇങ്ങനെ മുകളിൽ സംഭവിക്കാൻ അങ്ങനെ നമ്മുടെ കയ്യിൽ വീട് കഴിഞ്ഞു പോയി. പോലീസായിട്ടുള്ള വാക്ക് തർക്കോ തല്ലോ അടിച്ചു സൂക്ഷിക്കാം. ഓ മറയല്ല കേട്ടിയമ്മേ, എൻ്റെ പൊന്ന് കേട്ടിയമ്മേ, ഇത് മറഞ്ഞ് വീഴല്ലേ ആ വെള്ളത്തിൽ വെച്ചിട്ടാണ് കേട്ടിയമ്മ അടിച്ചു പോകുന്നത്. വെള്ളത്തിൽ വെച്ച് ഞാൻ കേട്ടിയമ്മ അങ്ങനെ ചോദിക്കാൻ മാത്രമല്ല വലിയ ഓടിക്കടിക്കുക. എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ റൈഡൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ എഞ്ചിൻ ചൂടാക്കി കഴിയുമ്പം ചൂടായിക്കോട്ടെ എന്നൊക്കെ വെക്കരുത് കേട്ടാ, വല്ല പ്രശ്നമൊന്നും. ഇഞ്ചി ചൂടാകുന്ന സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ വണ്ടിയുടെ കോളറിന് പിടിച്ചു നിൽക്കാനുള്ള ഇതുണ്ടാവില്ല. അപ്പോൾ വണ്ടി കത്തണം, അത് എഞ്ചിനൊന്ന് കത്താൻ സാധ്യത വലിച്ചിറ കിട്ടി അങ്ങോട്ടൊന്ന് കത്തണത്. പിന്നെ എക്സോസ്റ്റ് ചൂടാകുമ്പോൾ നോക്കട്ടെ ഈ F5 വരുത്തോളം മറ്റേ റബ്ബർ വെച്ച് ഷൂസിന് വെച്ചിട്ട് ഓയിലാണ് വെച്ച് ഓടിക്കുമ്പോൾ ഷൂസ് അതൊന്നും വെച്ചാൽ സംഭവത്തിൽ വെച്ചിട്ട് വേണം. രണ്ട് എക്സോസ്റ്റിനൊക്കെ ആയിരിക്കും മറ്റേ സംഭവിക്കാൻ പോകണം അറിയാം. ആ ഷൂവിൻ്റെ പകുതി പാവം കാല് ഭാഗം പൊള്ളി പോകും. എഞ്ചിന് ചൂടായിട്ട് ചുമപ്പ നിറയിട്ടിരിക്കുകയാണ്. സ്പാർക്ക് ഉണ്ടാകുന്ന സെറ്റപ്പാണ്. ചില മാത്രമല്ല എല്ലാം ഉണ്ടാവും. അതേപോലെ കാറുകൾ ലോങ് ആയിട്ട് ഓടിക്കണം. പക്ഷേ കൂടുതലായിട്ട് ഓഫ് റോഡ് ചെയ്യരുത്. ഓഫ് റോഡ് ചെയ്യുമ്പോൾ എവിടെയാണ് കുഴി ചിലപ്പോൾ കല്ല് തെറ്റി അടിവാസം ചിലപ്പോൾ ഉണ്ടല്ലോ, അടിവാസത്തെ സൈലൻസറിൻ്റെ ഓളൊക്കെ അവിടെ ചിലപ്പോൾ നല്ല പെയിൻറ്റ് ചെയ്യുന്ന അതിന് നല്ല പൈസ വരും. അത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു ഡിഫൻഡർ എവിടെയെങ്കിലും കൊണ്ട് തട്ടിയ അതിന് നല്ല പൈസ കൂടുതലാവും. അതേപോലെ താരം കൂടുതൽ അത് മാത്രമല്ല വണ്ടി കൂടി ഒന്ന് സൂക്ഷിച്ച് ഓടിക്കട്ടെ. ലോങ് റൂട്ട് പോലെ ഓഫ് റോഡ് ചെയ്ത് പിന്നെ നമ്മുടെ മറ്റേ വണ്ടി അപ്പുറത്ത് കിടക്കില്ലേ, അതെടുത്തിട്ട് വരാൻ പറ്റും. അതെടുത്തിട്ട് വരാം. അതെടുത്തിട്ട് പഴയ വീട്ടിൽ കൊണ്ടുവരണം. പഴയ വീട്ടിലുള്ള സ്ഥലമില്ല, പഴയ വീട്ടിൽ ഉള്ളിലോട്ട് കുറച്ച് നാവഴിയൊക്കെ ഇറങ്ങി കയറിക്കറി പോകണം. അതായത് പോവാം. പുതിയ വീട്ടില് ഈ സീക്രട്ട് ഗ്യാരേജ് അവിടെ കണ്ടുപിടിക്കുന്നില്ല. സീക്രട്ട് ഗ്യാരേജ് എവിടെയായിരുന്നു? സീക്രട്ട് ഗ്യാരേജ് ബാക്കിലാണ്. ഞാൻ വിചാരിച്ച ഗെയിം അപ്ഡേറ്റ് ചെയ്തപ്പോഴെല്ലാം പോയി. അടുത്ത വീഡിയോയിൽ പുതിയ താറിൻ്റെ ഷോറൂം ഉണ്ടാവും. നമ്മളിവിടെ എത്തി വണ്ടിയിൽ ബാക്കിയാകുമ്പോൾ നമുക്ക് നോർമലാക്കാം. 99 വലിച്ച് നോർമലാക്കാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇത്രയുള്ള വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചിലപ്പോൾ നാളെ മറ്റന്നാൾ അടുത്ത വീഡിയോ വരും. ഓക്കെ ഗൈസ്.